ചിന്തിക്കുവാനുള്ള വിഷയത്തിൽ വേറൊരു കാര്യം കൂടെ ഞാൻ ഇന്ന് അവതരിപ്പിക്കുകയാണ്. എന്താണെന്നറിയണ്ടേ? അതാണ് ബ്ലാക്ക് ക്ലൗഡ്സ്, കറുത്ത മേഘങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു. നമുക്കെല്ലാം അറിയാം, ഈ കാർബണിൽ നിന്നാണ് കറുത്ത മേഘം ഉണ്ടാവുന്നതല്ലേ. കാർബൺ, വോൾക്കാനോ കാർബൺ, വണ്ടിയുടെ കാർബൺ, കത്തിച്ചതിൻ്റെ കാർബൺ, എല്ലാ കാർബണും കൂടെ ചേർന്നാണ് ഈ കറുത്ത ക്ലൗഡ്സ് ഉണ്ടാകുന്നത്. എന്നിട്ടാണ് മഴ ഉണ്ടാകുന്നതല്ലേ. പക്ഷെ ഞാൻ ചിന്തിച്ചത്, ഈ ക്ലൗഡ്സ് പല ലെവലിലുണ്ട്. അപ്പം ഏറ്റവും താഴെ കൂടെ പോകുന്ന ക്ലൗഡ്സാണ് കറുത്ത് വിരിക്കുന്നത് അല്ലേ. അതിൽ നിന്നാണ് മഴ ഉണ്ടാവുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ കറുപ്പ് എങ്ങനെ ഉണ്ടാകുന്നതെന്നാണ് കാര്യം. മഴത്തുള്ളിയിൽ കാർബൺ ഇല്ല. അപ്പോൾ ഈ കറുപ്പ് കിട്ടുന്നത് ഞാൻ ചിന്തിച്ചത് വഴി എനിക്ക് കിട്ടിയ ഐഡിയ, എനിക്ക് കിട്ടിയ അറിവ് എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലൗഡ്സ് താഴോട്ട് വരുന്തോറും അതിന് ലൈറ്റിങ് കുറവായിരിക്കും. ഈ ഭൂമിയിൽ നിന്ന് മുകളിലോട്ടുള്ള ലൈറ്റ് കിട്ടുന്നത്. അപ്പം അത് കറുത്തിരിക്കും. മുകളിലോട്ടുള്ള ക്ലൗഡ്സ് എല്ലാം വെളുത്തിരിക്കും. ഏറ്റവും താഴെ വരുന്ന ക്ലൗഡ്സ് കറുത്തിരിക്കും. അത് ലൈറ്റ് കറക്റ്റായിട്ട് അതിന് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അത് കറുത്തു പോയത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങനെയും ചിന്തിക്കാം. ഞാൻ ഈ ചിന്തിച്ചത് കറക്റ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. കാര്യം അതിൻ്റെ കാർബണൊന്നും മഴത്തുള്ളി താഴോട്ട് വരത്തില്ല. ഈ കാർബണൊക്കെ അതിനകത്ത് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത് ഈ കറുത്തിരിക്കുന്നത് കൊണ്ടാണ്. അപ്പം ഈ കാർബണൊക്കെ അങ്ങോട്ട് പോകുന്നു, മുകളിലോട്ടേ പോകാൻ ചാൻസ് ഉള്ളൂ. മുകളിലോട്ട് ഈ മുകളിൽ പോയിട്ടാണ് ഈ സംഭവം തണുത്ത ലെയർ ടച്ച് ചെയ്തിട്ട് ഇടി ഉണ്ടാകുന്നത്. ഇടി സൗണ്ട് കടുപ്പിട്ട്. അപ്പം അതിൽ കൂടെ ചിന്തിച്ചപ്പോഴാണ് ഞാൻ കറുത്ത ക്ലൗഡ്സിൽ കാർബൺ ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ലൈറ്റിങ് വെട്ടത്തിൻ്റെ കുറവ് കാരണമായിരിക്കും ബ്ലാക്ക് ആയിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ വീടുകളിലും ലൈറ്റ് ഇല്ലെങ്കിൽ ഇരുട്ട് പോലെയാവും. അതുപോലെ തന്നെ ക്ലൗഡ്സിന് ആവശ്യമായിട്ടുള്ള വെട്ടം കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് കറുത്തതായിട്ട് കാണപ്പെടുന്നത്. തൊണ്ട പിടിച്ചു, ഇനി ആ സൗണ്ട് ശരിയാവത്തില്ല. അപ്പം നേരെ സംസാരിക്കും. അപ്പം ഞാൻ ഈ ബ്ലാക്ക് ക്ലൗഡ്സ് എങ്ങനെ ഫോം ആവുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം. കാർബണിൽ നിന്നാണ് കറുത്തിരിക്കുന്നത്. കരിഞ്ഞു പോയ കാർബൺ മുകളിലോട്ട് പോയി അത് രൂപപ്പെട്ട് വരുന്ന ബ്ലാക്ക് ക്ലൗഡ്സിൽ നിന്നാണ് മഴ പെയ്യുന്നത്. പിന്നെ ബ്ലാക്ക് ക്ലൗഡ്സിൻ്റെ മുകളിൽ കൂടെ പോകുന്ന ഫ്ലൈറ്റ് ഒക്കെ നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് വീക്ഷിച്ച ഈ ബ്ലാക്ക് ക്ലൗഡ്സ് കറുത്ത് തന്നെയാണോ കാണുന്നത്? അതൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഈ മഴത്തുള്ളിൽ കാർബണില്ല. അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇരുട്ട്, ലൈറ്റ് ആവശ്യത്തിനുള്ള ലൈറ്റ് അതിന് താഴെ നിന്ന് മുകളിലോട്ട് കിട്ടുന്നില്ല. അപ്പോൾ അത് കറുത്ത് പോലെ തോന്നും. നമ്മുടെ വീടുകളിലായാലും എവിടെയായാലും ലൈറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ കറുപ്പ്, ബ്ലാക്ക്നെസ് അല്ലേ, കറുപ്പ് അനുഭവപ്പെടും. കറുപ്പെന്ന് പറഞ്ഞാൽ ഇരുട്ട് അനുഭവപ്പെടും. അതുകൊണ്ടാണ് അങ്ങനെ ബ്ലാക്ക് ക്ലൗഡ്സ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് നോക്കുമ്പോൾ അത് ബ്ലാക്ക് ക്ലൗഡ്സ് ആയിട്ട് തോന്നത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ശരിയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ബ്ലാക്ക് ക്ലൗഡ്സ് എങ്ങനെ ഫോം ആവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. Thank you for watching. All right, this is for this black clouds forming invention. Made and owned by Reggie Matthew. My YouTube channel ID is Reggie IPS. Another YouTube channel ID is Reggie Matthew Pontreo. So these black clouds forming due to the lack of lights. വെട്ടത്തിൻ്റെ കുറവ് കാരണമാണ് നമുക്ക് ക്ലൗഡ്സ് ബ്ലാക്ക് ആയിട്ട് കാണുന്നത്. അത് ഏറ്റവും താഴോട്ട് വരുന്നത് കൊണ്ടാണ് ബ്ലാക്ക് ക്ലൗഡ്സ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് ഞാൻ ചിന്തിച്ചത്. ശരിയാവണമെന്നൊന്നുമില്ല,
നിങ്ങൾക്ക് ചിന്തിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.